ഹലോ ഗായ്സ്, സുഖമല്ല എല്ലാവർക്കും. എനിക്ക് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സഫീറിൽ നിന്ന് മേടിച്ചതാണ്. നല്ല വഴുതനങ്ങയാണ് കേട്ടോ. അന്നൊരു പാൽക്കറി വെക്കാൻ പോവാം. തേങ്ങാപ്പാൽ കൊണ്ടൊരു കറി വെക്കാൻ പോവാം കേട്ടോ. ഇത് പാവപ്പെട്ടവൻ്റെ കറിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഞാൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഓക്കെ, നമുക്ക് കറി വെച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങയെല്ലാം നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, എന്താ ഒരു കറുപ്പോ കളറോ ഒരു കുരു പോലും ഒന്നുമില്ല. നല്ല അടിപൊളി വഴുതനങ്ങ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഒത്തിരി വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനൊക്കെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കതൊന്ന് അടുപ്പേ വെച്ചങ്ങോട്ട് വേവിക്കാം കേട്ടോ. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങ നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമുക്ക് ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ നാരങ്ങാനീര്, ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ഇളക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. ഉണ്ടോ, നല്ല കുറുകുറാന്ന് വെന്തിരിക്കുന്നുണ്ടോ? എന്താ പീസൊക്കെ കണ്ടോ? നോക്കിക്കേ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണേ കേട്ടോ. നല്ല കുറുകുറുള്ള പാല കണ്ടോ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി നല്ല കുറുക്കിയിരിക്കണം കേട്ടോ. വളരെ കുറുകി തന്നെ ഇരിക്കും. കാരണം നമുക്ക് കൂസും ചപ്പാത്തിയും പൊറോട്ടക്കിനെ കുഴച്ചെടുത്ത് കഴിക്കുന്ന രീതി വേണം കേട്ടോ. നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വലിയ ചിലവൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇറച്ചി മേടിക്കാനും ഒന്നിനും കാശില്ലെങ്കിലേ നമുക്ക് പെട്ടെന്ന് ശകലം ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കി എടുക്കാം. അപ്പം നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുത്താൽ മതി കേട്ടോ. കറി ഇറക്കി വെച്ചിട്ടും താളിച്ച് കൊടുക്കാം. നോക്കിക്കേ, അടിപൊളി കറിയല്ല. നല്ല ചാറ് കണ്ടോ, നല്ല കുറുകുറാന്നിരിക്കുന്നുണ്ടോ, കണ്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കത്തില്ല. ഗരം മസാലയില്ല, വെളുത്തുള്ളി, ഒരു സാധനങ്ങളും ഇല്ല. ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ അകത്തുള്ളൂ കേട്ടോ. അതിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഈസിയാണ്. വേകാനും താമസമൊന്നുമില്ല. എല്ലാം കൂടെ 5 മിനിറ്റ് മതിയാവും. എല്ലാവർക്കും വെച്ച് കഴിക്കാം. ഞാനൊന്ന് കടുക് താളിക്കാം നമുക്ക് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്ത് ഈ പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ശകലം കായപ്പൊടി, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കായപ്പൊടി മാത്രം ഇട്ട് കൊടുത്ത് ഓക്കെ. ഇത് നമുക്കതെല്ലാം കൂടെ നമ്മുടെ കറിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കറിയെല്ലാം ആയിട്ടുണ്ട് കണ്ടോ. നോക്കിക്കേ, എന്താ കിരികിരാന്ന് കേട്ടോ. എന്താ സൗണ്ട് കേട്ടണ്ട. അപ്പം ഈ കറി ഇങ്ങനെ തന്നെ വെച്ചെല്ലാവരും കഴിക്കണം കണ്ടോ. നല്ല ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും? സൂപ്പറല്ലേ. നമുക്ക് ചോറിനും കഴിക്കാം, ചപ്പാത്തിക്ക് എല്ലാത്തിനും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് കണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി കഴിക്കുമ്പം എന്നെ ഓർത്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. സപ്പോർട്ടൊക്കെ വേണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ വന്ന് ഉണ്ടാക്കി തരാമേ. ഓക്കെ, ബൈ, ടാറ്റാ.